ഹലോ, വെൽക്കം ബാക്ക് ടു സ്റ്റാർ കപ്പിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതൊരു ലോങ് വീഡിയോ ആയി ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല കേട്ടോ, ഒരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി കുറേ ഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്നും കൂടി വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണി ഈ പാടത്ത് കൂടെ നടക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ കുറേ പേര് എന്നോട് ചോദിച്ചു, അതിനൊരു റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്ലൈ കേട്ടിട്ട് പിന്നെ അവരെന്നോട് പറഞ്ഞു ഞങ്ങളങ്ങനെ വിചാരിച്ചിട്ടൊന്നും ചോദിച്ചതല്ല കേട്ടോ, വെറുതെ ജസ്റ്റ് കണ്ടപ്പോൾ ചോദിച്ചതാണെന്നൊക്കെ. പക്ഷെ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനെ റിപ്ലൈ തന്നത്. എൻ്റെ ഒരു സത്യസന്ധത ഇനി വേറെ ആളുകൾക്ക് തോന്നിയിട്ട് ആരെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ക്ലിയർ ആയോട്ടെ എന്ന് വെച്ചിട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൾ പോണ സ്ഥലങ്ങൾ അതൊരു പാടം കൂടെ തന്നെയാണ്, പക്ഷേ പുല്ലൊന്നും വെട്ടി ഉണങ്ങി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ അമ്പലത്തേക്ക് പോകണത് തന്നെ. അതായത് രാവിലെ പോകണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് വിഷ്ണു വന്നതിന് ശേഷം അമ്പലത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് രാവിലെ പോകാൻ ചെറിയ റിസ്ക്കാണ്, പാടത്ത് ചെളിയാണ്, അമ്പലത്തേക്ക് ഇവിടെ എടുത്ത് പോകേണ്ടി വരുന്നൊക്കെ അറിയാം. പക്ഷേ രാവിലെ ഇവൾ നല്ല വാശിയായിരുന്നു. അതായത് വിഷ്ണു പണിക്ക് പോകുന്നത് ഇവൾ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ണി. അപ്പോൾ അവൾക്ക് അങ്ങനെ പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു അച്ചാച്ച അമ്പലത്തിൽ പോകാണ്ട് ഒന്ന് നമുക്ക് അമ്പലത്തിൽ പോകാം, വേഗം പോയി കുളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വേഗം കരച്ചിൽ നിർത്തി കുളിച്ച് യാത്രയായി. എന്നിട്ടാണ് അമ്പലത്തിൽ പോകാൻ ഒരുങ്ങിയപ്പോൾ കുട പിടിച്ച് പോകാമെന്നൊക്കെ ആൾക്കൊരു ഇൻട്രസ്റ്റ് കയറി. അങ്ങനെ അമ്പലത്തേക്ക് വന്നത്. അപ്പോൾ പോകുമ്പോഴേക്ക് ആ ചെളിയുടെ ഭാഗത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആൾ തന്നെ നടന്നു കേട്ടോ. പിന്നെ എന്താ, അമ്പലത്തിൽ നിന്ന് തൊഴുത് തിരിച്ച് വരുമ്പോഴേക്കും ആൾ ഒരു പൊടി നിലത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഫുൾ എൻ്റെ ഒക്കെ തന്നെയായിരുന്നു. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ കുട, എൻ്റെ കുട, ഇവളെ എടുക്കണം, എൻ്റെ ഫോം പിടിക്കണം, പ്രസാദം എല്ലാം കൂടെ എന്താ പറയുക, ആകെ കഷ്ടത്തിലായി കേട്ടോ. ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറി അവളെ വേഗം ഇറക്കി വിട്ടു മേഘത്തുനിന്ന്. അവളപ്പോൾ അവളെ സോഫയിൽ പോയി സ്ഥലം പിടിച്ചു കേട്ടോ. അപ്പോൾ കൂടെ തന്നെ ഞാൻ അമ്പലത്തിൽ നിന്ന് കുറച്ച് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞ് അത് തീറ്റ കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തതായി വാശി, പിന്നെ പായസം വേണമെന്ന് പണ്ടായി. പിന്നെ ഞാൻ അതധികം മൈൻഡ് ചെയ്തില്ല. ചില വാശികളൊന്നും ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്ത് വിടും. അപ്പോൾ പിന്നെ നാളെ നിൽക്കും. അപ്പോഴേക്കും പിന്നെ ഞാൻ TV ഓണാക്കിയാൽ ആനോട്ടും കൂടെ വെച്ച് കൊടുത്തപ്പോൾ ആനേനെ കണ്ട് അങ്ങനെ ആളിരുന്നു. പിന്നെ പ്രസാദത്തിൻ്റെ കാര്യം വിട്ടുവിട്ടാ. ഞാനതിന് മുക്കൂറ്റിക്കുറി തൊടാനുള്ള ഇതായി നിൽക്കുമ്പോഴാണ് നമ്മുടെ കോർപ്പറേഷനിൽ ഹരിതകർമ്മക്കാർ വന്നത്. അതായത് വേസ്റ്റ് എടുക്കുക, പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുക. അപ്പോൾ അവർക്ക് പൈസക്കും കൊടുത്ത് അങ്ങനെ അവർക്കുള്ള വേസ്റ്റും കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ മുക്കൂറ്റിക്കുറി വരയ്ക്കാൻ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ മുക്കൂറ്റിക്കുറി ചാലിക്കണം അധികം അകൃത ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തൊടാൻ പോയപ്പോഴാണ് അവൾ എന്താ സാധനം എന്നുള്ളൊരു മട്ടിയിൽ നോക്കിയത്. എനിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർക്കിടക മാസം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മുക്കൂറ്റിക്കുറി തൊടാനാണ് കേട്ടോ. അത് ഈ വെള്ള ചന്ദനത്തിൻ്റെ മീതെ നമ്മൾ ഇങ്ങനെ മുക്കൂറ്റിക്കുറി തൊടുമ്പോൾ നല്ല രസമായിരിക്കും, ഒരു പച്ച വൈബ് വരുന്നത്. ഞാൻ ആദ്യം തന്നെ ആകൃതിക്കാണ് എൻ്റെ തൊട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ആകൃതിക്ക് തൊട്ട് കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ. ആകൃതിക്ക് ആനേനൊക്കെ കണ്ട് മയങ്ങിയിരിക്കുകയാണ്. ആന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആനയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഭയങ്കര ജീവനാണ്. പക്ഷെ അടുത്തേക്കൊന്നും പോവില്ല നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ കുറി തുടങ്ങി ചെന്നപ്പോഴാണെന്ന് ഇത് എന്താണെന്നുള്ള പരിശോധനയാണ്. അങ്ങനെ ഞാൻ തൊട്ട് കൊടുക്കാൻ കേട്ടോ. വളരെ എനിക്ക് നോക്കുന്നുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ എന്താണ്. ആദ്യമായിട്ടാണ് അവൾ കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഓർമ്മയോ അറിവൊന്നും വെച്ചിട്ടില്ലല്ലോ. ഓരോ കൊല്ലം ചെല്ലുന്തോറും അറിവുകളും കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ. ഈ പ്രായത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞത് പൂക്കളിടലാണ്. കഴിഞ്ഞ പ്രാവശ്യം വലിയ ശല്യം ഉണ്ടായിരുന്നില്ല. അതിന് മുന്നത്തെ പ്രാവശ്യം തീരെ ശല്യം ഉണ്ടായിരുന്നില്ല. ഇരിക്കാൻ ഒന്ന് മലർന്ന് കിടക്കുന്ന പ്രായമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നല്ല ശല്യമായിരിക്കും. ഞാൻ പൂക്കളിടുമ്പോൾ എങ്ങനെയൊക്കെ ആവും എന്താവും എന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തില്ല. അവളെല്ലാം നമ്മൾ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാവുള്ള ഒരു പ്രായം അതല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ മൊമെൻറ്റ്സും അവളെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ഓരോ കാര്യങ്ങളായാലും പറച്ചിലൊക്കെ ആയാലും. അങ്ങനെ നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. വേറെ എല്ലാ പണികളും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ അത് പെട്ടെന്ന് ഉണ്ടാവും. രാവിലെ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൽ പോയത്. ഒരു 9 മണിക്ക് ആയപ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ പോയത് കേട്ടോ. തിരിച്ച് വരുമ്പോൾ തന്നെ അതുകൊണ്ട് അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, 10 മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശയാണ് ഇന്നും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ദോശ എനിക്ക് ആകൃതിക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അതായത് എനിക്ക് 2 ആകൃതിക്ക് വരണം. ആകൃതി ഫുള്ളൊന്നും കഴിക്കില്ല, ചില ദിവസമൊക്കെ കഴിക്കും, ചില ദിവസമൊന്നും കഴിക്കില്ല കേട്ടോ. ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ എൻ്റെ മോള്. അപ്പോൾ ഞങ്ങൾക്കുള്ളൊരു 3 ദോശ ഉണ്ടാക്കണം. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഉള്ളത് അവരുണ്ടാക്കി കഴിച്ചതിന് ശേഷം പോയി. വിഷ്ണുവിന് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം തന്നെയാണ് അവനും പോയത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പണി കഴിഞ്ഞു. പിന്നെ അത് കഴിക്കുക, ആകൃതേനെ കഴിപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ടൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ ആകൃതിക്ക് ഒരു കിണ്ണത്തിലൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കാറുണ്ട്. ചില നേരത്തെ അവൾ ഇടയ്ക്ക് തന്നെ തിന്നും, പക്ഷേ ഇന്നത്തെ മൂന്നാം തീയതി തന്നെ തിന്നാൻ ഒട്ടും ചാൻസില്ല. അപ്പോൾ പിന്നെ ഞാൻ 2 ആൾക്കും കൂടെ ഒരു കിണ്ണത്തിലെടുത്ത് അവൾ തീറ്റിക്കാന്ന്
വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ പണികളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ ഞങ്ങൾ വീഡിയോ എടുത്തില്ല. പിന്നെ വൈകിട്ട് വിഷ്ണു വന്നതിന് ശേഷം ഞങ്ങൾ കുറുക്കഞ്ചേരി അമ്പലത്തേക്ക് പോവാണ് കേട്ടോ. കുറുക്കഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ വൈകിട്ട് വിഷ്ണു വന്നതിന് ശേഷം പോകാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, തലേദിവസം പോയി നമ്മൾ കഞ്ഞിക്കുള്ള ഔഷധ കഞ്ഞി, അതായത് മരുന്ന് കഞ്ഞിക്കുള്ള റെസീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു 7 ദിവസത്തേക്കുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ട് കഞ്ഞി വാങ്ങിക്കാമെന്ന് വെച്ചു. എങ്ങനെ കഞ്ഞി കഴിഞ്ഞാലോ നമ്മൾ തൊഴുതിറങ്ങുമ്പോഴേക്കെന്ന് വെച്ചിട്ട് കഞ്ഞി വാങ്ങിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നമുക്ക് എന്തായാലും കഞ്ഞി കിട്ടും. അതായത് നമ്മൾ തലേദിവസമായി കൂപ്പൺ എടുത്ത് വെച്ചിട്ടുള്ളവരല്ലേ, 7 ദിവസത്തേക്കുള്ള കൂപ്പൺ എടുത്തവർക്ക് അങ്ങനത്തെ ഒരു കഞ്ഞി കിട്ടും. ഒന്നാമത് കൂപ്പൺ എടുത്ത് വാങ്ങിക്കാൻ വരുന്നത് ചിലപ്പോൾ കഞ്ഞി കിട്ടില്ല നേരെ വൈകി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കഞ്ഞി വാങ്ങിച്ചിട്ട് സ്കൂട്ടിയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുറുക്കഞ്ചേരി അമ്പലം. ഭയങ്കര ഫേമസ് ആയ അമ്പലമാണ്. നമ്മുടെ പൂയൊക്കെ മകരമാസത്തിലെ തൈപ്പൂയും ഇവിടെ ഭയങ്കര ആഘോഷമാണ് ഞങ്ങളുടെ പൂയം. അപ്പം നമ്മൾ അമ്പലത്തേക്ക് കയറുന്നത് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മെമ്മറബിളായ ഒരു അമ്പലമാണ്. അതായത് ഞങ്ങളുടെ കല്യാണം ഇവിടെ ആയിരുന്നു. ഒരു ലവ് മാരേജ് ആണെങ്കിൽ കൂടെ ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് താലി ചാർത്തിയത് എൻ്റെ കഴുത്തിൽ വിഷ്ണു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മെമ്മറീസാണ് ഇവിടെ വരുമ്പോൾ തരിക. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർക്കിടക മാസത്തിലാണ് ഞാൻ കൂടുതലും ഈ ഒരു അമ്പലത്തിലേക്ക് വരിക കേട്ടോ. അല്ലാത്ത സമയങ്ങളൊന്നും ഞങ്ങളിങ്ങനെ വരാറില്ല. പക്ഷേ കർക്കിടക മാസത്തിൽ എല്ലാ കൊല്ലം ഇവിടേക്ക് വരും. ഒരു ദിവസം 2 ദിവസമൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം 7 ദിവസം വരണമെന്ന് വിചാരിച്ചതാണ് കർക്കിടകം. പക്ഷെ അത് നടന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് കൊണ്ട് നമ്മുടെ 7 ദിവസം എനിക്ക് അടുപ്പിച്ച് വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാ കൊല്ലം കർക്കിടക മാസത്തിൽ ഞങ്ങൾ വരിക. പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ചിങ്ങമാസത്തിലാണ്. പക്ഷേ എന്നാലും ആ സമയത്തൊന്നും വരില്ല. കർക്കിടക മാസം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ചുറ്റും കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രാർത്ഥിച്ച് വരികയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ പ്രസൻസ് വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ സ്വയം കുറച്ച് എൻ്റെ ക്യാപ്ചേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും വണ്ടിക്ക് ചെറിയ കാറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു മുട്ടുസൂചി കയറിയെന്ന് തോന്നുന്നുണ്ട്, പഞ്ചറായെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ചെയ്യാനത്തുള്ള ഒരു പഞ്ചർ കടയിൽ കയറ്റി ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് പഞ്ചറൊന്നും ഇല്ല, എയർ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ എയറൊക്കെ അടിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇനി നോക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇപ്പോൾ വലിയ കുഴപ്പം കാണാനില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ആകൃതി വെച്ചാൽ ഭയങ്കര എന്തോ ഒരു അത്ഭുതം സംഭവിച്ച പോലെയാണ് നോക്കി നിൽക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ. ഒന്ന് വൈകിട്ട് കഞ്ഞിയാണ്. വിഷ്ണുവിന് മാത്രം ചോറ് ആകൃതിക്കും മതി വീട്ടിൽ വെച്ച ചോറ്. ബാക്കി ഞങ്ങൾ 3 ആളും കഞ്ഞിക്കാരാണ് കേട്ടോ. ഞാനും അമ്മയും അപ്പനും കഞ്ഞിയാണ്. അപ്പം ഞങ്ങൾക്ക് അപ്പനും അമ്മേൻ്റെയും കഞ്ഞി കുടിച്ചു, ഞാനും എന്തേ കുടിക്കാൻ പോകാൻ കേട്ടോ. പിന്നെ കഞ്ഞിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മരുന്നിൻ്റെ രസം വരുന്നുണ്ട്. അത് ആദ്യത്തെ ദിവസമായ കാരണമായിരിക്കാം. ഇടയിലത്തെ ദിവസങ്ങളൊക്കെ ഇനി മരുന്ന് രസം കുറയും കൂടിയൊക്കെ നിൽക്കും കേട്ടോ. പിന്നെ ഇന്നെന്ന് പറയുന്നത് കടലക്കറി ആയിരുന്നു. പിന്നെ നമ്മുടെ പപ്പടം പൊട്ടിച്ചിട്ട് വറുത്തിട്ട് മുളകിട്ടത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോ കറികളായിരിക്കും കേട്ടോ. കടല, പയറ്, മുതിര, ഗ്രീൻ ബീൻസ്, ചെറുപയർ, അങ്ങനെ വ്യത്യസ്ത കറികളായിരിക്കും. അങ്ങനെ 7 ദിവസം ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര ഇതോടുകൂടിയാണ് കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി കുടിക്കുന്നത് വേറെ ഒന്നുമില്ലെങ്കിൽ ഭയങ്കര തൊണ്ടൽക്കഴുപ്പ് അതൊക്കെയാണ്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ ആയുർവേദ ചികിത്സ ചെയ്യുന്നത് നല്ലതാണല്ലോ ശരീരത്തിൽ നിന്ന് വെച്ചിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വിഷയം. ബൈ.